വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മുടെ ചാനലിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ വീഡിയോ, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഡെയിലി MCQs ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഏത് എക്സാമിന് പോണേക്കാൾ മുമ്പ് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ സിലബസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു 10 മൊഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ്, ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. ഈ ഒരു മാറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിൻ്റെ ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. 10 മൊഡ്യൂള് ഞാൻ ഓൾറെഡി 10 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽ സിലബസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ജൂനിയർ അക്കൗണ്ടിൻ്റെ സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പുറത്തിട്ടുള്ളത്. അത് നോക്കിയാൽ കാണാം 10 മൊഡ്യൂളിൽ നിന്നും ഈക്വൽ ചോദ്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതം എന്തായാലും വരും. ഇപ്പം അക്കൗണ്ടിങ്ങിൽ നിന്ന് 10 എണ്ണം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ കറക്റ്റ് ഓർഡറിലാണ് ആദ്യത്തെ 10 ചോദ്യങ്ങൾ അക്കൗണ്ടിങ്. ദെൻ പിന്നത്തെ 10 ചോദ്യങ്ങൾ FM-ൽ നിന്നാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇത് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറാണ്. അതിനുശേഷം 10 എണ്ണം കോസ്റ്റ് അക്കൗണ്ടിങ്, കറക്റ്റ് ഓർഡറിൽ. ലാസ്റ്റ് 3 മൊഡ്യൂൾസ് ആണ് മിക്സ് ആയിട്ടിട്ടുള്ളത്. ദെൻ അതിനുശേഷം മാനേജ്മെൻറ്റ്, 31ാമത്തെ മുതലേ മാനേജ്മെൻറ്റ് 10 ചോദ്യങ്ങൾ കണ്ടോ. ദെൻ പിന്നെ 41ാമത്തെ മുതൽ മാർക്കറ്റിംഗ് അല്ല, മാനേജറൽ എക്കണോമിക്സ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ കമ്പനി ലോ വരുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ് വരുന്നു. കണ്ടോ, അങ്ങനെ കറക്റ്റ് ഓർഡറിലാണ്. ദെൻ ഇതിലൊരു ചേഞ്ച് മിക്സ് ചെയ്ത് വരുന്നത്, അതും കറക്റ്റ് 10 ചോദ്യങ്ങളാണ് ഇട്ടിട്ടുള്ളത്. 71ാമത്തെ ക്വസ്റ്റ്യൻസ് മുതൽ പിന്നെ മിക്സാണ്. മാർക്കറ്റിങ്ങിൻ്റെ 2 ചോദ്യങ്ങൾ ഇടുന്നു, പിന്നെ ഓഡിറ്റിങ്ങിൻ്റെ ഒരെണ്ണം ഇടുന്നു, ദെൻ ടാക്സ് ഇടുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22ാമത്തെ പേപ്പറിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞ, ആദ്യത്തെ 7 മൊഡ്യൂൾസ് കറക്റ്റ് ഓർഡറിൽ ഇട്ടു 10, പിന്നെ 8, 9, 10 ഇത് 3 മിക്സ് ചെയ്തിട്ട് 30 ചോദ്യങ്ങൾ തന്നെ മിക്സ് ചെയ്തിട്ടിട്ടു. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മൊഡ്യൂളിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത്. ദെൻ എന്നാലും ഇതിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എങ്കിലും ഇതിൽ ഓരോ ചോദ്യങ്ങൾ ടൈം എടുത്ത് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്ന മൊഡ്യൂൾസ് അത് ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള മൊഡ്യൂൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ട്വൈസോ ത്രൈസോ റീഡ് ചെയ്താൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള മൊഡ്യൂൾസ്, അതാണ് കുറച്ചും കൂടിയും കട്ടിയുള്ള മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ് അതും ഇതിൻ്റെ കൂടെ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ നോക്കുമ്പോൾ അക്കൗണ്ടിങ് നിർബന്ധമായും, FM അതും ഈ പറയുന്ന നമ്മൾ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് റീഡ് ചെയ്ത് ആൻസർ ചെയ്യാൻ വരുന്ന മൊഡ്യൂളാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്, ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പ്രോബ്ലംസ് വരുമെന്നുള്ളത്. അങ്ങനെ വലിയ പ്രോബ്ലംസ് അല്ല, കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളായി വരല്ലോ, വലിയ പ്രോബ്ലംസ് എന്നൊന്നും പറയാൻ ഉള്ളത് വരാറില്ല. പിന്നെ ടൈം എടുത്ത് പഠിക്കേണ്ടത് ആണ് ഈ പറയുന്ന കമ്പനി ലോയിൽ നിന്ന്. പക്ഷേ കംഫർട്ടബിൾ ആണ്, എന്നാലും ചില ഏരിയാസ്
നമ്മൾ 2-3 പ്രാവശ്യം നോക്കിയിട്ട് ആൻസർ ചെയ്യേണ്ട വരാറുണ്ട്. പിന്നെ ഞാൻ പറയാം എന്ന് വെച്ചാൽ പ്രോബ്ലം മൊഡ്യൂൾസ് ഒക്കെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, ദെൻ ഓഡിറ്റിങ്ങിലെ ചില ഏരിയാസ് വരാറുണ്ട്. അപ്പോൾ പ്രോബ്ലം മൊഡ്യൂൾസ് ആയിട്ടുള്ള ടാക്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഈ മൊഡ്യൂൾസ് ഇതൊക്കെയാ. അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സ്, ഈ 4 മൊഡ്യൂൾസിൽ നിന്നും പലപ്പോഴും നമ്മൾ കാണുന്ന ചോദ്യങ്ങൾ എന്താ, നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിച്ചിട്ട് അപ്പോൾ ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു ചോദ്യം വരുമ്പോൾ പലപ്പോഴും നമുക്ക് അത്രത്തോളം ടൈം എടുക്കാണ്ട് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ എക്കണോമിക്സിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിൾ ആണ്, പക്ഷേ മരിക്ക് പഠിച്ചില്ലെങ്കിലാണ് അവിടെ ബുദ്ധിമുട്ടായിട്ട് വരിക. അതൊക്കെ ചിലപ്പോൾ 2-3 പ്രാവശ്യം വായിക്കേണ്ടി വരും. കമ്പനി ലോയും കുറച്ചും ഞാൻ പറയും നിങ്ങൾ എടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ 4-5 മൊഡ്യൂൾസ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈവൻ ദോ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എങ്കിലും ഈ മൊഡ്യൂൾസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ 10 എണ്ണത്തിൽ ചിലപ്പോൾ ഒരു 3 എണ്ണമൊക്കെ ചിലപ്പോൾ ഈസി ആയിട്ടുള്ളത് വരും, ബട്ട് 3-4 എണ്ണമൊക്കെ. ബട്ട് കൂടുതൽ ടൈം എടുത്ത് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങൾ വരുന്നത് ഈ മൊഡ്യൂൾസിൽ നിന്നാണ്, ഒരു 4-5 മൊഡ്യൂൾസ്. ബാക്കിയുള്ളത് അങ്ങനെ നമ്മളെ കുഴപ്പിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നൽകിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൂടുതൽ ആദ്യമായിട്ട് PSC എഴുതുന്ന കുട്ടികൾ, ആദ്യമായി സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള PSC എഴുതുന്ന കുട്ടികളുണ്ട്. അവർക്കാണ് ഇങ്ങനെ കൂടുതൽ ഡൗട്ട്സ്. ഇതിനകത്ത് മുമ്പ് ഇതൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് വീഡിയോസ് യൂസ്ഫുള്ളായിരിക്കും. ഇതല്ലാത്തവർ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ മൊഡ്യൂൾസിനും. അതുകൊണ്ട് തന്നെ ഒരു മൊഡ്യൂളിനെയും നമുക്ക് ഇതല്ലേ ലാസ്റ്റ് പഠിക്കാം വെക്കരുത്, കാരണം അതിൽ നിന്നും 10 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ ടൈം കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടവരാ പഠിക്കുന്ന കേസിലാണെങ്കിലും, അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ആൻസർ ചെയ്യുന്നതിൻ്റെ സമയത്താണെങ്കിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് വരുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം മൊഡ്യൂൾസ്, പിന്നെ ലോ, ഓഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഏരിയാസ്, ഇതിലൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റിൻ്റെ ബേസിൽ, നിങ്ങളുടെ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളുടെ ബേസിൽ പേഴ്സണലായിട്ട് ഒക്കെ ആയിരിക്കും അഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഡെയിലി MCQs എല്ലാ ദിവസവും 7 മണിക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കേരള PSC പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് PSCയുടെ കോച്ചിങ് ഉണ്ടായിരിക്കും. നമ്മുടെ അങ്ങനെയല്ല, ഇതിൽ ഫോക്കസാണ്, വർഷങ്ങളായിട്ട് ഇതിലാണ് ഫോക്കസ്. സോ അതുകൊണ്ട് നമുക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ കോൺഫിഡൻസ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.